സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് വിപുലമായ ജെൻസ് കളക്ഷൻ. MRC ക്ലോത്ത് മാർട്ട്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കരുത്താർന്ന പിൻബലം നൽകിക്കൊണ്ട് മോയിക്കൽ സൈക്കിൾ മാർട്ട് ആൻഡ് ടോയ്സ് സെയിൽസ് ആൻഡ് സർവീസ്, കുറ്റിയിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വണ്ടൂർ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം കയ്യാങ്കളിയിലെത്തി. ഇരുവിഭാഗങ്ങൾ തമ്മിൽ മാസങ്ങളായി നിലനിൽക്കുന്ന ചേരിപ്പോരാണ് അടിയുടെ വക്കോളമെത്തിയത്. ഒടുവിൽ പോലീസ് സാന്നിധ്യത്തിലാണ് ഭാരവാഹി തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 9 മാസങ്ങൾക്ക് മുൻപ് വണ്ടൂരിലെ യൂണിറ്റ് കമ്മിറ്റിയെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. മുൻ പ്രസിഡന്റ് നാലകത്ത് നജ്മുദ്ദീൻ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയുമായി ഫോണിലൂടെ നടത്തിയ രഹസ്യ സംഭാഷണം പുറത്തുവന്നതോടെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഈ സംഭാഷണം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുവെന്ന കാരണത്താൽ സെക്രട്ടറിയായിരുന്ന KFC സുബേറും സംഘടനാ നടപടി നേരിട്ടു. തുടർന്ന് 4 അംഗ അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വണ്ടൂരിൽ സംഘടനയുടെ പ്രവർത്തനം നടന്നത്. വാർഷിക യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്ന ചെമ്പൻ മുജീബ് റഹ്മാന്റെ വാക്കുകൾ അതിരുകടക്കുന്നുവെന്നാരോപിച്ചാണ് ഒരു വിഭാഗം തുടക്കത്തിൽ തന്നെ പ്രതിഷേധം തുടങ്ങിയത്. വിഷയം ഇനി ചർച്ചയില്ല. കഴിഞ്ഞ വിഷയത്തിന്റെ പറ്റി ഒരു ചർച്ചയും ഇവിടെല്ല. അത് അനുവദിക്കില്ല. തുടർന്ന് ട്രഷറർ മുരളിക്കാപ്പിൽ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴും ജില്ലാ പ്രസിഡന്റ് K. കുഞ്ഞാവു ഹാജി ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോഴുമെല്ലാം സദസ്സിൽ പലതവണ ചേരിതിരിഞ്ഞ് വാക്കേറ്റവും ഉന്തും തള്ളും നടന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് നീണ്ടതോടെ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു. വാക്കേറ്റവുമായി അംഗങ്ങൾ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ഡയസിലേക്ക് എത്തി. ഇരുവിഭാഗങ്ങളെയും നിയന്ത്രിക്കാൻ നേതാക്കൾ നന്നേ പാടുപെട്ടു. തുടർന്ന് പോലീസ് സാന്നിധ്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 4 പേരുകളാണ് നിർദ്ദേശം വന്നത്. കൂടുതൽ വാക്കുതർക്കങ്ങൾക്ക് ശേഷം C. മുജീബ് റഹ്മാൻ, രാജഗോപാൽ എന്നിവർ പിന്മാറുകയും നാലകത്ത് നജ്മുദ്ദീൻ, മച്ചിങ്ങൽ അലവിക്കുട്ടി എന്നിവർ മത്സരരംഗത്ത് തുടരുകയും ചെയ്തു. 590 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുണ്ടായിരുന്നത്. ഇതിൽ 387 വോട്ടുകൾ രേഖപ്പെടുത്തിയതിൽ 281 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മച്ചിങ്ങൽ അലവിക്കുട്ടിയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. സ്വാഭാവികമായിട്ടും പ്രവർത്തകർ ആദ്യം ഒന്ന് പ്രകോപിതരായെങ്കിലും പരിപാടി വളരെ വിജയമായിരുന്നു. പിന്നെ ഇവിടുത്തെ വണ്ടൂരിലെ ജനങ്ങൾ 90% ആളുകളും ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. തുടർച്ചയായി 10 വർഷത്തോളം ഒരാൾ പ്രസിഡന്റും ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വ്യാപാരികളെ ഒരു ആഗ്രഹം എന്ന നിലയ്ക്ക് ഞാൻ ഒരു മുൻ ഭാരവാഹിയായിരുന്നു ഇവിടെ. അതിന്റെ അടിസ്ഥാനത്താണ് വന്നിട്ടുള്ളത്. വളരെ ഭംഗിയായി നടന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. 6 പേരുടെ വോട്ടുകൾ അസാധുവായി. സംഘടനാ ഭരണഘടന പ്രകാരം പുതിയ സെക്രട്ടറിയെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും പ്രസിഡന്റാണ് നിർദ്ദേശിക്കുക. ന്യൂസ് ഡെസ്ക്, വണ്ടൂർ വിഷൻ ന്യൂസ്.